ഒക്ടോബർ മാസത്തിൽ നിരവധി ബജറ്റ് ടൂറിസം പാക്കേജുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് കൊട്ടാരക്കര KSRTC. കോടയും കാടും കുന്നും മലയും പുണ്യക്ഷേത്രങ്ങളും ഒക്കെ കണ്ടുമടങ്ങാൻ കഴിയുന്ന പാക്കേജുകളാണ് KSRTC അവതരിപ്പിച്ചിരിക്കുന്നത്. മീൻമുട്ടി പൊന്മുടി യാത്രയാണ് അതിൽ ആദ്യത്തേത്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ പൊന്മുടി കണ്ടാണ് പാക്കേജ് ആരംഭിക്കുന്നത്. ഈ സമയത്ത് സന്ദർശിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് പൊന്മുടി. ഇതുകൂടാതെ മീൻമുട്ടി വെള്ളച്ചാട്ടം, കല്ലാർ എന്നീ സ്ഥലങ്ങളും സന്ദർശിക്കും. ഒക്ടോബർ 5, 11, 19 തീയതികളിലാണ് ഈ യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. പാക്കേജിന് ഒരാൾക്ക് 650 രൂപയാണ് ചിലവ് വരുന്നത്. ഇടുക്കി ജില്ലയിലെ ഇല്ലിക്കൽ കല്ലിലേക്കും ഇലവീഴ പൂഞ്ചിറയിലേക്കുമാണ് മറ്റൊരു പാക്കേജ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ കൊടുമുടികളിലൊന്നായ ഇല്ലിക്കൽ കല്ലിലേക്ക് ഇപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്കാണ്. തണുപ്പും കോടയും ഇല്ലിക്കൽ കല്ലിന്റെ കാഴ്ചകളുമാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഒക്ടോബർ 5, 18 ദിവസങ്ങളിലാണ് ഇവിടേക്കുള്ള യാത്ര. ഒരാൾക്ക് 660 രൂപയാണ് നിരക്ക്. ഗവി, അടവി, പരുന്തുംപാറ യാത്രയാണ് അടുത്തത്. കോടമൂടിയ കാട്ടുവഴിയിലൂടെ KSRTC ബസ്സിൽ ഏകദേശം 90 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഈ പാക്കേജ്. ഒക്ടോബർ 6, 14, 24 തീയതികളിലാണ് ഈ യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 1750 രൂപയാണ് നിരക്ക് വരുന്നത്. കൂടാതെ പൗർണമിക്കാവ് യാത്ര ഒക്ടോബർ 7-നാണ്. ആഴിമല, ചെങ്കൽ, കുഴിപ്പള്ളം എന്നിവയും ഇതിൽ ഉൾപ്പെടും. മൂകാംബിക തീർത്ഥാടനം ഒക്ടോബർ 9-ാം തീയതിയാണ് പോകുന്നത്. 3480 രൂപയാണ് നിരക്ക്. കൊല്ലൂരിന് പുറമെ വടക്കുംനാഥ ക്ഷേത്രം, ഉത്രാളിക്കാവ്, ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അനന്തപുരം തടാക ക്ഷേത്രം, സിദ്ധിവിനായക ക്ഷേത്രം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്നീ ക്ഷേത്രങ്ങൾ യാത്രയിൽ ഉൾപ്പെടും. മൂന്നാർ യാത്ര ഈ മാസം 11, 19, 26 തീയതികളിലായി നടക്കും. വാഗമൺ പരുന്തുംപാറ ഉല്ലാസയാത്ര ഒക്ടോബർ 11, 20 ദിവസങ്ങളിലായി ചാർട്ട് ചെയ്തിട്ടുണ്ട്. കാൽവരി മൗണ്ട്, അഞ്ചുരുളി, രാമക്കൽമേട് എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ട്രിപ്പിന് 1050 രൂപയാണ് നിരക്ക്. ആഡംബര കപ്പലിൽ അറബിക്കടൽ ചുറ്റിക്കറങ്ങാൻ അവസരമൊരുക്കുന്ന കപ്പൽ യാത്ര ഒക്ടോബർ 16, 26 ദിവസങ്ങളിൽ നടക്കും. അവധി ദിവസങ്ങളിൽ 3840 രൂപയും പ്രവൃത്തി ദിവസങ്ങളിൽ 3540 രൂപയുമാണ് നിരക്ക്. സീറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.